ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെ കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു ഫ്രൈഡേ നമുക്ക് വീഡിയോ ഉണ്ടാവത്തില്ല എന്ന്. ഞാനത് വിട്ടുപോയി. പിന്നെ ഞാനത് തമ്പനയിലെങ്കിലും ഇട്ടിരുന്നാൽ മതിയായിരുന്നു, പക്ഷെ അതും ഞാൻ വിട്ടുപോയി. അപ്പൊ അതിനെല്ലാം സോറി ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ എന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അറിയാം എത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ വന്നിട്ട് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെയുള്ള വീഡിയോ വേണ്ട, നമുക്ക് ആ ഒരു സെയിൽ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ എല്ലാ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ വേറെ അയക്കുന്ന ഈ ഒരു 2 പീസ് സെറ്റ് വരുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു റീസ്റ്റോക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കനോട് എന്നെ വിളിച്ചാൽ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവരും പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പൊ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് പോയാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ അയക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു രംഗോളി സിൽക്കാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഷെയ്ഡാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പം ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഷെയ്ഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് എനിക്കൊരു മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മാമിന് വന്നിട്ട് ഇതേ സെയിം ഷെയ്ഡ് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ ഇതിന്റെ 3 പീസ് സെറ്റും 2 പീസ് സെറ്റും ഒക്കെ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കസ്റ്റമർക്ക് എൻക്വയറി ചെയ്യുന്ന ഒരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി ഇത് വന്നിട്ട് ഒരു കസ്റ്റമർ തന്നെ ഡബിൾ എക്സലും എക്സലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യോക്ക് ഏരിയ ആണ്. ഇതിന്റെ യോക്ക് ഏരിയ കണ്ടോ? നെക്ക് ഏരിയയിൽ വന്ന് ഫുൾ ആയിട്ട് ഒറിജിനൽ മിറർ വർക്കും അതിന് ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഫുൾ ആയിട്ടും ബീഡ്സ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് വന്ന് സ്വീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. രംഗോളി സിൽക്ക് ആയതുകൊണ്ട് തന്നെയും ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട്. നമുക്ക് പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയുമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും അതിൽ നിന്നെല്ലാം ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് നല്ല വീതിയും നല്ല നീളവും ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. 2 സൈഡ് വന്നിട്ട് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന് സ്വീക്വൻസ് വർക്കും നിങ്ങൾക്ക് ഇതിൽ വിസിബിൾ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പേൾ വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പേൾ വർക്കും വരുന്നുണ്ട്. ഹെവി ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോർമലി വന്നിട്ട് ദുപ്പട്ടയുടെ എൻഡ് പോർഷനിൽ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇവിടെ വന്നിട്ട് സ്കാലപ്പ് ആണ് വരുന്നത് കണ്ടോ. 2 സൈഡ് വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് ആണ് വരുന്നത്. ദുപ്പട്ടേന്റെ ലെങ്ത് വന്നിട്ട് 2.5 വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ഫുൾ ആയിട്ടും ആ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ദുപ്പട്ടയും വന്നിട്ട് രംഗോളി സിൽക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കാണാം, എങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇത് കണ്ടോ, ഹെവി ആണ് കേട്ടോ. വർക്ക് വന്നിട്ട് പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റിയ ഒരു സൂപ്പറാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒരുപാട് കസ്റ്റമർ, നമ്മൾ നോർമലി വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് പാർട്ടി വെയർ ഒക്കെ കൊണ്ടുവരാറുള്ളത്. ഒരുപാട് കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു എയർലൈനിലും കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് എയർലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഏറ്റവും പ്രത്യേകത വന്ന് നോർമലി വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും നമുക്ക് സ്ലീവ് വരുന്നത്. ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ 4 ലെയറിൽ വന്നിട്ട് പിൻഡെക്സ് പോലെയാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് രംഗോളി സിൽക്ക് ആണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ജോർജറ്റ് ആണെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, സൂപ്പർ അല്ലേ? എല്ലാ ഷെയ്ഡുകാർക്കും ചേരുന്ന ഒരു അടിപൊളി കളറാണ്. അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്, നമുക്ക് അതുകൂടെ കണ്ടു നോക്കാം. രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അത് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു ഡിഫറൻസും ഇല്ല. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഫോട്ടോസ് വന്നിട്ട്
ഇതിൽ വന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. നമുക്ക് വേറെയും കളക്ഷൻസ് കാണാനുണ്ട്. അപ്പം ഇപ്പം നമ്മൾ കണ്ട ഈ 2 കുർത്തിൻ്റെ സൈസ് അതിൻ്റെ ദുപ്പട്ടയും കൂടെ കാണിക്കാം. സോറി, ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ, സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ വർക്ക് കണ്ടോ, തട്ടമിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇത്. കാരണം ഇത്രയും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ കുർത്തിൻ്റെ 2ന്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇത്രയും ഹെവി ആയിട്ട് വർക്ക് ചെയ്ത ഈ കുർത്തിക്ക് 1050 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ നമുക്കിനി റീസ്റ്റോക്കിംഗ് ആണ്. ആ റീസ്റ്റോക്കിംഗ് കണ്ടിട്ട് വന്നാലോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വിഷുവിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന 499 ഒരു കുർത്തിയായിരുന്നു കേട്ടോ. ഒരുപാട് കസ്റ്റമർ വന്നിട്ട് നമ്മൾ വിഷുവിന് വന്നിട്ട് ഒരു കൈനീട്ടമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു കുർത്തീസ് ആയിരുന്നു. 499 ആയിരുന്നു പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ വീണ്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻക്വയറി തന്നുകൊണ്ട് വന്നിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് വന്നിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് വന്നിട്ട് യോക്കിരിയിൽ മാത്രമേ ഈ ഒരു വർക്ക് വരുന്നുള്ളൂ. പക്ഷെ ബ്ലാക്കിൽ വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് വർക്ക് വരുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഇത് ഒരുപാട് കസ്റ്റമർക്ക് വന്നിട്ട് ഇത് പിന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നത് കേട്ടോ. അതും നമ്മൾ ഇന്ന് സാറ്റർഡേ വന്നിട്ടൊരു ഓഫർ സെയിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 499 വന്നിട്ട് ഇനി ഷിപ്പിംഗ് ചാർജ് കൂടെ നമ്മൾ ആഡ് ചെയ്യുമെന്ന്. പക്ഷെ നമ്മളത് ആഡ് ചെയ്യുന്നില്ല. 499 തന്നെ നമ്മളത് സെല് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പം റിപ്പീറ്റ് ആണെന്ന് വിചാരിക്കില്ല. പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. എല്ലാത്തിൻ്റെയും ഞാൻ വേറെ കാണിക്കുന്നില്ല. ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നോർമലി വന്നിട്ട് എല്ലാത്തിൻ്റെയും ബ്ലാക്ക് ആണ് വരുന്നത്. ബേസ് വന്നിട്ട് യോക്കിരിയിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇലയിലാണ് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. യോക്കേരിയയിൽ വരുന്ന അതേ സെയിം വർക്ക് വന്നിട്ട് 3/4 സ്ലീവ്സിന്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് 46-47 വരുന്നത് കേട്ടോ. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഇട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബ്ലാക്ക് വന്നിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ വന്നിട്ട് ഇതിന്റെ എൻഡ് പോർഷനിൽ മാത്രമേ ആ ഒരു വർക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ വന്നിട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ നെക്കിന് വന്നിട്ട് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത് 47 ആണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ വന്ന് ഫുൾ ആയിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. തേർഡ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. നല്ല ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ. ഇത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബ്ലാക്കിന് മാത്രമേ ആ നെക്കിന് ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇലയിലാണ് വരുന്നത്. ബ്ലാക്ക് മാത്രം സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു എന്താ പറയാ ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതും ലൈനിൽ തന്നെയാണ് വരുന്നത്. സ്ക്വയർ നെക്കാണ് വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു എന്താ പറയുക വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്. ഒരു ഡിഫറൻസും ഇല്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്കറിയാം. എല്ലാവർക്കും കൊറിയർ റിസീവ് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്കിപ്പോൾ കുറച്ച് ഹോളിഡേയ്സ് ആയിരുന്നു. ഇപ്പോൾ വിഷു ആയിരുന്നു. പിന്നെ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ തന്നെ നമുക്കിടയിൽ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു. പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ ഒന്നും നമുക്ക് പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് അല്ല. DTDC ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ കുറച്ച് ഡെലിവറി ഡിലേ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഡിലേ ആക്കി എന്ന് ആരും വിചാരിക്കല്. പോസ്റ്റ് ഓഫീസ് ഡിലേ ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ വന്നിട്ട് മാക്സിമം നമ്മൾ ട്രിവാൻഡ്രത്താണല്ലോ. ട്രിവാൻഡ്രത്ത് RMS ഓഫീസ് വന്നിട്ട് 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയിട്ട് എല്ലാം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും കിട്ടാതായിട്ടുണ്ടെങ്കിൽ അവരാരും വിഷമിക്കല്.
അപ്പം അതൊന്ന് ഞാൻ പ്രത്യേകം പറയണം, ഇതിന്റെ ബിഗിനിങ്ങിലെ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയി, സോറി. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എല്ലാവരും ഒരുപാട് കസ്റ്റമർ നമുക്ക് റിവ്യൂ തരുന്നത് ഫാസ്റ്റ് ഡെലിവറി, നല്ല സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ആഴ്ച വാങ്ങിയവർക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരാരും വിഷമിക്കരുത്. പോസ്റ്റ് ഓഫീസ് അവധി ആയതുകൊണ്ടാണ് ആ ഒരു ഡിലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കണ്ട ഈ കുർത്തിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 499. നമ്മൾ പ്രൈസ് ഒന്നും കൂട്ടിയിട്ടില്ല. ഞാൻ 40 rupees അഡീഷണൽ ചാർജ് വിഷു കഴിഞ്ഞാൽ ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ 499 ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതിപ്പം കുറച്ച് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം ഒരുപാട് കസ്റ്റമർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ചെയ്ത പ്രകാരം മാത്രമാണ്. ചില കസ്റ്റമർ 4, 5 ഇതിൻ്റെ എല്ലാ ഷെയ്ഡ് എടുത്ത കസ്റ്റമറും ഉണ്ട് കേട്ടോ. കാരണം 499 ഒക്കെ ഇതൊന്നും നമുക്ക് എവിടെയും കിട്ടത്തില്ല. കാരണം ഡെയിലി വെയർ ഇടാൻ പറ്റിയ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് കണ്ട ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക. വേഗം ചെയ്തോളുക, കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നാളെ ഈസ്റ്റർ ആണ്. നമ്മൾ വന്നിട്ട് ഈസ്റ്റർ പ്രമാണിച്ചൊരു മെഗാ ഓഫർ സെയിൽ വരുന്നുണ്ട്. അത് പഴയ കുർത്തീസ് ഒന്നുമല്ല, നമ്മൾ ഇതുവരെയും ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരു ഓഫർ സെയിലാണ്. പുതിയ കുർത്തിയല്ല, കട്ട് സൈസ് ആയിരിക്കും. അപ്പം നമ്മൾ ഈസ്റ്ററിന് വന്നിട്ട് ഒരു മെഗാ സെയിൽ വരുന്നുണ്ട് നാളെ വന്നിട്ട്. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പം ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.